സ്റ്റാർ ക്യാമ്പയിനറായി BJPയുടെ സ്റ്റാർ ക്യാമ്പയിനറായി മാറിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശേഷം ആ പദത്തിലേക്ക് ഇനി ആരെ എന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പോൾ ഒറ്റ പേരെ എല്ലാ ഭാഗത്തു നിന്ന് കേൾക്കാനുള്ള യോഗി ആദിത്യനാഥ് എന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി. കുംഭമേളയുമായി ബന്ധപ്പെട്ട് പ്രയാഗ്രാജ് ഉത്തർപ്രദേശിലാണ് നടക്കുന്നത്. ഒരു ദിവസം 3.5 കോടിയിലധികം ജനങ്ങൾ വന്നു പോകുന്നുണ്ട്. 45 കോടിയോളം ആളുകൾ ഈ കുംഭമേള എത്തുന്നുണ്ട്. ഇതൊക്കെ സംഘടിപ്പിച്ച് ഒരു പ്രശ്നവുമില്ലാതെ കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കരുത്തും കഴിവുമുള്ള, പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അതാണ് യോഗി ആദിത്യനാഥ്. യോഗിയുടെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള നടന്നുകയറ്റം അതെങ്ങനെയായിരിക്കും? കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളും നമ്മൾ പരിശോധിച്ചാൽ ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJPയും RSSും മുന്നോട്ട് വെച്ച ഒരു രൂപം, ഒരു മാജിക്കൽ ഫിഗർ എന്ന് പറയുന്നതായിരുന്നു നരേന്ദ്രമോദി. ഇപ്പോൾ ഏത് തിരഞ്ഞെടുപ്പ് എവിടെ നടന്നാലും അവിടെ BJPയുടെ സ്റ്റാർ ക്യാമ്പയിനറായിട്ട് പോയിരുന്നത് നരേന്ദ്രമോദിയെ. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ശേഷി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. പലപ്പോഴും അത് ഈ ടെലിപ്രോംപ്റ്റർ എല്ലാം വെച്ചിട്ടാണ് അദ്ദേഹം ചെയ്യുന്നതെങ്കിൽ പോലും പക്ഷേ ഇത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ജനങ്ങളെ നല്ല രീതിയിൽ സ്വാധീനിക്കാനായിട്ട് കഴിയുന്ന, ടെലിപ്രോംപ്റ്റർ വെച്ചിട്ടാണ് അതെല്ലാം ചെയ്യുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസംഗ ചൗധരി എന്ന് പറയുന്ന സാധനം ഇപ്പോൾ വളരെ ഗൗരവമായിട്ടുള്ള രീതിയിൽ ആളുകളെ സ്വാധീനിക്കുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം അതിഗംഭീരമായിട്ട് ആളുകളെ സ്വാധീനിക്കാൻ പറ്റുന്നതായിട്ടുള്ള വാഗ്ധോരണി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഏറ്റവും നല്ല വാഗ്മിയായി, രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും നല്ല വാഗ്മിയാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നരേന്ദ്രമോദി എന്ന് പറയുന്ന രീതിയിലേക്ക് മാറി. ആ ഒരു മാജിക്കൽ കപ്പാസിറ്റിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് സ്റ്റാർ ക്യാമ്പയിനർ പദവി നൽകിയത്. അത് നേരത്തെ ഉത്തർപ്രദേശിൻ്റെ കാര്യം ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ കാര്യവുമായി ബന്ധപ്പെടുത്തി സൂചിപ്പിച്ചതുപോലെ ഗുജറാത്തിൻ്റെ ഒരു ഭരണ സംവിധാനത്തിൽ നിന്നാണ് നരേന്ദ്രമോദി കേന്ദ്രത്തിലേക്ക് വരുന്നത്. കേന്ദ്രത്തിലേക്ക് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡർ ആരാണ് എന്ന് നിരന്തരമായി ഗവേഷണം ചെയ്തതിന് ശേഷമാണ് BJP ഇത് മനസ്സിലാക്കുകയും വളരെ ആദരണീയനായിരുന്ന അദ്വാനിയെ എടുത്ത് പിറക്കി മാറ്റി വെച്ചിട്ട് അതിൻ്റെ സ്ഥാനത്തേക്ക് മോദിയെ കൊണ്ടുവരും. അപ്പം മോദിയുടെ ഒരു കാലം എന്ന് പറയുന്നത് BJPയുടെ ഒരു പ്രായപരിധി നോക്കുമ്പോൾ 75 വയസ്സ്. ആ 75 വയസ്സ് മോദിക്കായാൽ മോദിയെ മാറ്റുമോ എന്ന് പലരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് മോദിയെ മാറ്റും. 75 വയസ്സായ ആരെ മാറ്റും? അദ്വാനിയെ മാത്രമല്ല, മോദിയെ മാറ്റും എന്ന സന്ദേശമാണ് RSS യഥാർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അതിന് ആ മെസ്സേജാണ് യോഗി ആദിത്യനാഥിലൂടെ അവർ നൽകുന്നത്. വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഇപ്പോൾ ഡൽഹിയിലെ സ്റ്റാർ ക്യാമ്പയിനറാക്കി മാറ്റി. അവിടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന് എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരുണ്ടാകും. പക്ഷേ എല്ലാവരും നോക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹം പെർഫോം ചെയ്യുന്നുള്ളത്. പെർഫോം ചെയ്യുന്നതിൽ വളരെ പ്രഗത്ഭനാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഡൽഹിയിലെ എല്ലാ സ്ഥലത്തും BJPക്കാരും RSSകാരും യോഗി 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 എന്ന് വിളിച്ച് യോഗിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ സഞ്ചാരം നോക്കി നമ്മൾ കണ്ടാൽ, നമ്മളൊരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തിയാൽ നമുക്കറിയാം ഇത് മോദിയുടെ നിഴലായി കടന്നു വരുന്ന യോഗിയുടെ രൂപമാണ് എന്നുള്ളത്. അതിങ്ങനെ മാറണം. ഒരു അധികാര രൂപം മാറി അതിൻ്റെ പിന്നാലെ മറ്റൊരു അധികാര രൂപം കയറി വരുന്നത് നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് മോദി ബ്ലർഡായി മാറിയിട്ട് അവിടെ നിന്ന് പതുക്കെ ആരാണ് ജ്വലിച്ചുയർന്നു വരുന്നത്? യോഗി ആദിത്യനാഥ്. അതിൻ്റെ സന്ദേശമാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇത് ഇനി വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എനിക്ക് തോന്നുന്നു മിക്കവാറും യോഗിയായിരിക്കും അവർ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പ്രസൻറ്റ് ചെയ്ത് ആരും പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അടുത്ത പ്രധാനമന്ത്രി BJPയുടെ അല്ലെങ്കിൽ RSSൻ്റെ അടുത്ത പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ യോഗി ആദിത്യനാഥ് എന്ന് സന്ദേശം നൽകപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും അതിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ അല്ല യോഗി ആദിത്യനാഥിന്റെ നിലപാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ സൈലന്റായി നിന്ന് പണി കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രി. തീവ്രവാദികൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ SDPI പോലുള്ള PFI പോലുള്ള ഒരു സംഘടന നിരോധിക്കുന്ന കാര്യത്തിലാണെങ്കിലും, സൈനിക മേഖലകളിലാണെങ്കിലും, പാകിസ്ഥാനോടുള്ള നിലപാടുകളിലാണെങ്കിലും എല്ലാം സൈലന്റായി നിന്ന് ഒരു നേതൃപാഠവും കാണിക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. പക്ഷെ യോഗി ആദിത്യനാഥ് അങ്ങനെയല്ല. യോഗിയുടെ ബുൾഡോസറൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് ആ കെട്ടിടം വേണ്ട എന്ന് പറഞ്ഞാൽ അത് BJP ഓഫീസ് ആണെങ്കിൽ പോലും അത് അനധികൃതമായാണ് പണിഞ്ഞതെങ്കിൽ അത് ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിരപ്പാക്കുന്ന രീതി. ഇപ്പൊ പറയുന്നത് അത് മറ്റാരും പറയുന്നത് കേൾക്കാതെ തനിക്ക് ശരിയെന്ന് തോന്നുന്നത് കൃത്യമായി ചെയ്യുന്ന ഒരു ധീരനായ നേതാവെന്ന് പറയാം. പക്ഷെ അങ്ങനെ ഒരു നേതാവിനെ
കുറച്ചുകൂടി ഇപ്പോൾ ജനങ്ങൾക്കിടയിലാണെങ്കിലും സമ്മതനാണ് യോഗി ആദിത്യനാഥ്, അതിൽ തർക്കമില്ല. എങ്കിൽ പോലും ഇത്തരത്തിൽ ഈ കുറച്ച് ക്ഷിപ്രകോപിയായ പെട്ടെന്ന് നിലപാടുകൾ എടുക്കുന്ന ഒരാളെ ഈ പ്രധാനമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരാൻ RSS തയ്യാറാകുമോ? അല്ല, RSS പരീക്ഷണം നടത്തുകയാണ്. ആ പരീക്ഷണം വിജയമായിരുന്നു നരേന്ദ്രമോദിയുടെ. ഇനി അടുത്ത പരീക്ഷണം അവരുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആര്? യോഗി. അതുകൊണ്ടാണ് യോഗി എന്നവരാദ്യം ശബ്ദിക്കുന്നത്. പക്ഷേ യോഗിയെ അവരിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. യോഗി അവർക്ക് താല്പര്യമില്ലാത്ത രീതിയിലൊക്കെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ യോഗിയെയും പറഞ്ഞു വിടുവരും. കാരണം ഇത് ഒറ്റയ്ക്ക് ഇന്ത്യയുടെ അധികാരം ഒരു നേതാവിലും സ്വാംശീകരിക്കപ്പെടുന്നില്ല, ഒതുക്കപ്പെടുന്നില്ല. ഇപ്പോഴും ഒരു ജനാധിപത്യ സംവിധാനമാണ് നിലനിൽക്കുന്നത്. ആ ജനാധിപത്യ സംവിധാനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സംഘടനാ സംവിധാനം. കോൺഗ്രസ് ഇപ്പോഴും പരാജയപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് സുസംഘടിതമായി മാറിയിട്ടില്ല എന്നാണ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം. ഇവിടെ അങ്ങനെയല്ല. ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അത്ര സംഘടിതമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് അവരും വിലയിരുത്തുന്നില്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ എപ്പോഴും ഒരു കോർ ഫാക്ടറായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്താണ്? RSS ആണ്. അപ്പോൾ RSSന് ഒരുപാട് കാലമായിട്ട്, അതിപ്പോൾ ഇതിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കുകയാണല്ലോ, അത്രയും കാലമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനാ സംവിധാനവും അതിൻ്റെ ഒരു സംഘടിത രൂപമുണ്ട്. ആ രൂപത്തിൽ അവരെപ്പോഴും വലിയ തോതിൽ അവരുടെ വിഷയങ്ങളെല്ലാം പഠിക്കുകയും അത് ഗവേഷണം നടത്തുകയും അത് സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ആളുകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തി അവരെ കൊണ്ടുവന്ന് അത് പ്രയോഗത്തിൽ വരുത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. നേരത്തെ അതിന് കഴിവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ പറ്റിയ ആളോ അതേപോലെ തന്നെ ആ ആളുകളെ മുന്നോട്ട് വരാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ജനകീയ അടിത്തറയോ നേരത്തെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭരണത്തിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ്സിന് പക്ഷേ അന്ന് ജനകീയ അടിത്തറ വളരെ കൂടുതലായിരുന്നു, സംഘടിത സ്വഭാവം കൂടുതലായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ഈ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലത്ത് അധികാരം എന്ന് പറയുന്നത് അവരുടെ കൈപ്പിടിയിലായിരുന്നു. പിന്നെ അവർ പൊളിഞ്ഞ് പാളീസായി. അടിയന്തരാവസ്ഥയാണ് അതിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം പിന്നീട് പതുക്കെ BJP അധികാരം കണ്ടെത്തുകയും ആ അധികാരത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പറ്റിയ ലീഡർ ആരാണ് എന്ന് പരിശോധിക്കുകയും അങ്ങനെ ഓരോരുത്തരെ മുന്നോട്ട് കൊണ്ടുവന്ന് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യോഗി ആദിത്യനാഥ്, നമ്മൾ യോഗി എന്ന് പറയുമ്പോൾ വളരെ ശാന്തനും അതേപോലെ സൗമ്യനും വളരെ സ്പഷ്ടമായിട്ടുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ശാന്തമായിട്ടുള്ള തീരുമാനം എടുക്കുന്ന ആൾ എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ യോഗി എന്ന് പറയുന്ന ആ യോഗിയല്ല. ഈ യോഗിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വളരെ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണെന്നുള്ളതാണ്. ആക്ടിവിസ്റ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രഖ്യാപിക്കും, പ്രഖ്യാപനം നടപ്പിലാക്കും. അതാണ് അവരുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ലീഡേഴ്സിൻ്റെ കൂടെയാണ് ആളുകൾ ഒഴുകിക്കൂടുന്നത്. ചിലപ്പോൾ അവർ സ്വേച്ഛാധിപതികളായി മാറാം, അല്ലെങ്കിൽ ഏകാധിപത്യ സ്വഭാവം പുലർത്തുന്നവരായിട്ട് മാറും. പക്ഷേ അവരിങ്ങനെ വളർന്നു വരുന്ന ദിശയിൽ ആളുകൾ പിന്നാലെ ഒഴുകി അവരുടെ കൂടെ ഇങ്ങനെ നിൽക്കും. കുറേ കഴിയുമ്പോഴാണ് അവർക്ക് ഇദ്ദേഹത്തിൻ്റെ പോക്ക് ശരിയല്ല എന്ന് തോന്നുകയും അതിനെതിരായിട്ട് അവർ തിരിയാനായിട്ട് തുടങ്ങുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ എന്താണ് നേരത്തെ പറഞ്ഞല്ലോ, ബുൾഡോസർ വെച്ച് കെട്ടിടങ്ങൾ ഇടിച്ചു വിളിക്കുന്നു, അത് അനധികൃതമാണ്, അത് BJPയുടെ ഓഫീസായാലും പൊളിക്കും എന്നുള്ളത്. അതൊരു ക്രെഡിബിലിറ്റിയാണ്. ആര് എന്ന് നോക്കാതെ പ്രഖ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു നയമോ അല്ലെങ്കിൽ സംവിധാനമോ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമീപനം, അതിൻ്റെ പുറത്ത് അതിനോടൊപ്പം നിൽക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. കാരണം ഇയാൾ പാറ പോലെ ഉറച്ചു നിൽക്കുന്നതായിട്ടുള്ള ഒരു ലീഡറാണ് എന്നതാണ് അതിലൂടെ വെളിപ്പെടുത്തുന്നത്. അതാണ് അദ്ദേഹത്തിന് കൈയ്യടി കിട്ടുകയും ആരവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം ഒരുപാട് ശത്രുക്കളെ നിർമ്മിക്കും. കാരണം ഒരു കാര്യത്തിലും പക്വതയോടുകൂടിയുള്ള ഒരു ഇടപെടലോ സമീപനമോ പലപ്പോഴും ഉണ്ടാവണമെന്നില്ല. അവർക്ക് തോന്നുന്നു, അവരുടെ രാഷ്ട്രീയത്തിന് തോന്നുന്ന അവരുടെ ശരികൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് നിർബന്ധപൂർവമായിട്ട് അത് പൊളിക്കട എന്ന് പറഞ്ഞാൽ പൊളിച്ചിരിക്കും എന്ന് പറയും. അങ്ങനത്തെ ശൈലിക്ക് ആൾക്കൂട്ടം ഉണ്ടാകും. കാരണം അത് പൊളിറ്റിക്സിൻ്റെ ഒരു ശക്തിയാണ് ശരിക്കും പറഞ്ഞു. നമ്മൾ കണ്ടിട്ടുള്ള ഏത് നേതാവിനെ നമ്മൾ പരിശോധിച്ചാലും ആ നേതാക്കളൊക്കെ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ മാത്രമാണ് അവരുടെ പിന്നിൽ ആളുകൾ നിൽക്കുകയുള്ളൂ. വളരെ മയത്തോടുകൂടിയും പക്വതയോടുകൂടിയൊക്കെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകളുടെ കൂടെ നിൽക്കാനായിട്ട് ആളുകൾ കുറവായിരിക്കും. ഇപ്പോൾ നമുക്ക് മൻമോഹൻ സിംഗിൻ്റെ കാര്യം അറിയാം. വളരെ ശാന്തനായിരുന്നു, സൗമ്യനായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് ഒറ്റാളും ഒന്നും നല്ലത് പറഞ്ഞിരുന്നില്ല. പിന്നീട് അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഇയാൾ വലിയ ദീപസ്തംഭമായിരുന്നു എന്നൊക്കെ പ്രഖ്യാപനങ്ങളൊക്കെ. അപ്പോൾ രാഷ്ട്രീയത്തിൽ എപ്പോഴും വളരെ തീവ്രവും ശക്തമായിട്ട് ആർജവത്തോടുകൂടി ഇറങ്ങി നടക്കുന്ന ആളുകളുടെ കൂടെ ആളുകളുണ്ടാവും. അതാണ് യോഗി ഇപ്പോൾ അങ്ങനെ താരപ്രചാരകരായി ഡൽഹിയിൽ വിലസുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് നടന്നു കയറുകയാണ്, നിങ്ങൾ കണ്ടോളൂ എന്ന് അദ്ദേഹം നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും.